ഒരു വീടല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അത് എഫക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. എന്താന്ന് മനസ്സിലായില്ല അല്ലേ? അതായത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മോൾ ഉണ്ടായതുകൊണ്ട് വീട് മൊത്തത്തിൽ അലങ്കോലായിട്ട് കിടക്കായിരുന്നു. നമ്മുടെ ചുറ്റുപാട് എപ്പോഴും വൃത്തിയായിട്ട് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് എനിക്കും കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തതയും അടുക്കും ചിട്ടയും മൈൻഡൊക്കെ മൊത്തത്തിലൊരു ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു കാമായിട്ടിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവുക. ഇത്രയും നാൾ വീട് അലങ്കോലായിട്ട് കിടന്നുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡും മൊത്തത്തിൽ അങ്ങ് അലങ്കോലപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ഫ്രീ ഡേ ആണ്. അപ്പോൾ ഇന്ന് വീട് മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഞാനെന്താ ഇങ്ങനെ കിളിപോയ അവസ്ഥയിൽ ഇരിക്കുന്നതെന്ന് അറിഞ്ഞോ? ഞാനിപ്പം ജസ്റ്റ് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കേട്ടോ. കാര്യം എന്താണെന്നറിയാം, രാത്രിയിൽ ഞാൻ സ്വപ്നം കണ്ടതാണ് ഒരു ടെററിസ്റ്റ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു മൊമെൻറ്റിൽ ഞാൻ കണ്ണ് തുറന്നതുകൊണ്ട്, സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് കേട്ടോ. ആ ഒരു സ്വപ്നം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവുമായിരുന്നു. ഇന്ന് വലിയൊരു ക്ലീനിങ് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല കേട്ടോ. കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഫീല് വരുന്നതുകൊണ്ട് മൊത്തത്തിലൊരു ഹറിബറി ആയിരിക്കും. എനിക്ക് പൊതുവേ ഇങ്ങനെ ഒരു ഹറിബറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് മൊത്തത്തിൽ അതൊന്നും ഒരു ക്ലിയർ ആവത്തുമില്ല കേട്ടോ. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുമില്ല. അപ്പോൾ ഞാനൊരു ബുക്കും പെന്നൊക്കെ എടുത്തിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. ഓരോന്നിനും എത്ര സമയമാണ് വേണ്ടത്, അത് ഏത് സമയം തൊട്ട് ഏത് സമയം വരെ ചെയ്യാമെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാണ്. ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ജസ്റ്റ് കുറച്ച് സമയത്തേക്കുള്ളൊരു എഡിറ്റിംഗ് ബാക്കിയുണ്ട്. ഇന്ന് അപ്രൂവൽ എടുത്തിട്ട് ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അത് ഞാൻ പെട്ടെന്നൊന്ന് തീർത്തിട്ട് വരാം. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ വിചാരിച്ച ഇന്നും അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എഡിറ്റിങ് അരമണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്യണം എന്ന് വിചാരിച്ചാണ്, പക്ഷേ നടന്നില്ല. നമ്മളെപ്പോഴും വിചാരിക്കും ഈ ഒരു സമയം കൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളത്, പക്ഷേ എപ്പോഴും അതിനേക്കാൾ ഇരട്ടി സമയം എടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കൊണ്ട് തീർക്കണം എന്ന് വിചാരിച്ചത് ഞാനൊരു 45 മിനിറ്റ്സ് ആ ഒരു ടൈമിനുള്ളിലാണ് കേട്ടോ തീർത്തത്. നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. അപ്പം നമുക്ക് വേഗം തന്നെ ഇന്നത്തെ ക്ലീനിങ്ങിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ക്ലീനിങ് നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പാറുവിൻ്റെ TV റൂം. പാറു മിക്കപ്പോഴും അവളുടെ ഒരു ദിവസത്തിൻ്റെ മുക്കാൽ സമയം ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ റൂമിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ. ഇത് എവിടെ നിന്നാണ് തുടങ്ങുക എന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. എനിക്ക് പൊതുവെ മൊത്തത്തിലിങ്ങനെ അലങ്കോലമായി കിടക്കുന്ന ഒരു സ്പേസ് ആണെങ്കിൽ അത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റി വെച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ക്ലീൻ ആയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിലേക്ക് എത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ മുറ്റൊക്കെ ഉണ്ടാവില്ലേ, കുറേ കരിയിലൊക്കെ വീണ് കിടക്കുന്നതൊക്കെ, അതൊക്കെ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് ബാക്കി ലാസ്റ്റ് ആ ഒരു ക്ലീൻ ആയിരിക്കുന്ന ഒരു സ്പേസിലേക്ക് എത്തിക്കാനായിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അത് ഞാൻ വല്ലാതെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കൂടുതൽ സമയം പാറുക്കുട്ടി ഈ റൂമിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പാറുവിൻ്റെ പെയിൻറ്റിങ്, ക്രാഫ്റ്റ്, TV കാണൽ, ഫുഡ് കഴിക്കൽ എല്ലാം ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ റൂം ഒരിക്കൽ പോലും നല്ല ക്ലീൻ ആയിട്ട് കിടക്കാറില്ല കേട്ടോ. ആളാണെങ്കിലും കൂടുതൽ നമുക്കിപ്പോൾ പുറത്തൊന്നും പോകുന്നില്ല, സ്കൂൾ വെക്കേഷനാണ്, ഇവിടെ നിന്ന് തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും കുറേ പേപ്പേഴ്സും കാര്യങ്ങളും ക്രാഫ്റ്റൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ പെയിൻറ്റിങ്ങും അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ പെയിൻറ്റിങ് ബ്രഷസും പിന്നെ അവൾ കട്ട് ചെയ്ത പേപ്പേഴ്സും അവളുടെ സ്റ്റോറി ബുക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ അങ്ങ് വാരി വലിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് കിടക്കുന്നത് കേട്ടോ. ഞാൻ മിക്ക ദിവസവും പാറുവിനെ കൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് ക്ലീൻ ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ ചില ദിവസം നമുക്കാണെങ്കിലും ഒരു രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഒരു മടി വരുമല്ലോ, ഇന്ന് ഇത്ര മതി എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പം ഇടയ്ക്ക് എനിക്കാണെങ്കിലും പറയാനായിട്ട് തോന്നാറില്ല കേട്ടോ, ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മാത്രം കിടന്നാൽ മതി എന്നുള്ളത്. ഇനി അത് പ്രാക്ടീസ് ചെയ്ത് എടുക്കണം. ഏതായാലും ഞാൻ ഇങ്ങനെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം അങ്ങനെ അവളുടെ റൂട്ടീനിലും ഈ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യാൻ
ചെയ്യാന്നുള്ളത് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനി എന്താണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായാലൊന്നും ശരിയാവില്ല. ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെറുതുണ്ടാകുമ്പോൾ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ച് വളരേണ്ട ഒരു കാര്യമാണ്. അവർ കളിക്കുന്ന സ്പേസ്, അവരുടെ ടോയ്സൊക്കെ അവരെ കൊണ്ട് തന്നെ തിരിച്ച് അതാത് സ്ഥാനത്ത് തിരിച്ചെടുപ്പിച്ച് വെക്കുക എന്നുള്ളത്. ഞാൻ എന്തായാലും ഒരു ചെറുതുമല്ല എന്നാൽ അത്ര വലുതും അല്ലാത്തൊരു ബോക്സ് വാങ്ങിക്കാമെന്ന് വിചാരിക്കുകയാണ്. അവൾ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റും കാര്യങ്ങളും പെയിൻറ്റിങ്സ് ഒക്കെ ഇട്ട് വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് വീടും റൂമൊക്കെ മെസ്സി ആവുക. അപ്പോൾ അങ്ങനെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അവൾ കളിച്ച് കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് വെക്കാൻ പറയുകയാണെങ്കിൽ അവൾക്കും എളുപ്പമാണ്, എനിക്കാണെങ്കിൽ ആ ഒരു സ്പേസ് ക്ലീൻ ആയിട്ട് കിടക്കുകയും ചെയ്യുമല്ലോ. പിന്നെ വീടിങ്ങനെ അലങ്കോലായി കിടക്കുന്നതിൻ്റെ മറ്റൊരു റീസണാണ് നമ്മളെ വീട്ടിൽ ആ ഒരു സ്പേസിൽ കൊള്ളാവുന്നതിനേക്കാൾ സാധനങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, അതായത് പ്രോപ്പറായിട്ട് നമ്മൾ ഒരു ഡീക്ലട്ടറിങ് റൂട്ടീനൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പ്രോപ്പർ ടൈമിൽ നമ്മൾ ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്തായാലും ശീലിച്ചു വരേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ആ ഒരു സ്പേസിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന സാധനങ്ങൾ, നമുക്ക് അനാവശ്യമായിട്ട് തോന്നുന്ന സാധനങ്ങൾ അപ്പം തന്നെ നമ്മൾ കളയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇത്രത്തോളം അലങ്കോലാവില്ല. പക്ഷേ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ അവർ ചെറുതിലെ യൂസ് ചെയ്ത സാധനങ്ങൾ, ടോയ്സ്, അതൊക്കെ കാണുമ്പോൾ മിക്കപ്പോഴും കളയാനായിട്ട് തോന്നില്ല കേട്ടോ. എനിക്കങ്ങനെയാണ്. ഓരോന്നായിട്ട് ഞാനിങ്ങനെ എടുത്ത് വയ്ക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് അത് എടുത്ത് വയ്ക്കാൻ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഡീക്ലട്ടറിങ് നമുക്ക് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ പുതുതായിട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു ലോണ്ട്രി ഏരിയ ഉണ്ടല്ലോ, ആ ഒരു സ്പേസിൽ ഒരു പ്ലാസ്റ്റിക് ബോക്സിലാക്കിയിട്ട് പാറുവിൻ്റെ സാധനങ്ങളൊക്കെ, അതുപോലെ എനിക്ക് കളയാൻ തോന്നാത്ത സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഭയങ്കരമായിട്ട് അലങ്കോലമാവാതെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലങ്കോലമായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ മെസ്സായിട്ട് കിടക്കുകയാണെങ്കിൽ ഡീക്ലട്ടറിങ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ലിവിങ് റൂമിലെ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയതാ ഇവൻ നോക്കിക്കോളൂ കേട്ടോ. പ്രോപ്പറായിട്ട് വാക്വം ചെയ്തെടുത്തോളും. കുറച്ചായിട്ട് ഞാനിങ്ങനെ അവൻ്റെ എന്താ പറയുക പാർട്സിലൊക്കെ ഇങ്ങനെ മുടിയൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മുടിയൊക്കെ അത്യാവശ്യം കൊഴിച്ചിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ തറയിലൊക്കെ വീണ് കിടക്കും. അപ്പം മെയിനായിട്ട് എനിക്ക് ഇതിനെ കൊണ്ടുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എവിടെ മുടി ഉണ്ടെങ്കിലും അത് ഇവൻ ക്ലീൻ ചെയ്തോളും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്സിലൊക്കെ ഇങ്ങനെ മുടി അത്യാവശ്യം കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ആ പാർട്സൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്തെടുത്ത് മുടിയൊക്കെ ഇളക്കി കളയാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിതാ ഞാൻ അതിൻ്റെ ഓരോ പാർട്സൊക്കെ ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് ഓരോന്നിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന മുടിയൊക്കെ അങ്ങെടുത്ത് കളയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പം നമുക്ക് ഓഫീസ് റൂമിലേക്ക് പോവാം. അപ്പോഴേക്കും ഇവിടെ റോബോട്ട് ബാക്കിയുള്ള വാക്വം ചെയ്തെടുത്തോളൂ കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇത്. ശരിക്കും നമ്മൾ ഇതിനെ ഒന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ വാക്വം ചെയ്താൽ ഉണ്ടാവുന്ന ആ ഒരു വൃത്തിയില്ലേ, ആ ഒരു വൃത്തി തന്നെ കിട്ടിക്കോളും. കണ്ടോ, ഇതിങ്ങനെ ഓരോ മുക്കും മൂലയിലും പോയിട്ട് ഓരോ പൊടിയായിട്ട് അവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുന്ന പൊടിയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എടുത്തെടുത്ത് അതിങ്ങനെ വാക്വം ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തോളും. എനിക്ക് തോന്നുന്നു മിക്ക വീട്ടിലും ഇങ്ങനെ ഒരു കോർണർ ഉണ്ടാവുമല്ലേ, നമ്മുടെ ഏട്ടൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അൽക്കുലത്ത് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു സ്പേസ്. നമുക്ക് എന്താണോ ഇപ്പോൾ ആവശ്യമില്ല എന്ന് തോന്നുന്നത് അത് അപ്പം കൊണ്ടുപോയി ഇവിടെ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യും കേട്ടോ. പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴായിരിക്കും അതിൽ നിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രസ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ കൊണ്ടുപോയ ബാഗൊക്കെയാണ്. അതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ അവിടെ അങ്ങ് ഇട്ട് വെച്ചേക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ അലാറും ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നത് കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും ആലോചിക്കും കേട്ടോ, ഇതെന്തിനാ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഇങ്ങനെയൊന്നും ചെയ്യാതെയാണല്ലോ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് എന്താ അവരുടെ വീടെന്താ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു 90% ആൾക്കാർക്കും ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. എന്നാൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 10% ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ പറയുന്നവരാണെങ്കിൽ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിരിക്കും. വേറെ ആര് പറയുന്നതും ഒരു തരത്തിൽ ആക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും കേട്ടോ. എന്നാൽ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളൊരു എക്സാം എഴുതാൻ പോവുകയാണ്. ആ ഒരു എക്സാം എഴുതാനായിട്ട് 2 മണിക്കൂറാണ് കൃത്യമായിട്ടുള്ള ഒരു ടൈം ഉള്ളത് എന്ന് കരുതാം. അപ്പോൾ ആ ഒരു എക്സാം 2 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടി ആ ഒരു എക്സാം 2 മണിക്കൂറിനുള്ളിൽ എഴുതി തീർക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുമല്ലോ. അതിനറിയാം അത്ര മാത്രമേ സമയമുള്ളൂ എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ആ ഒരു എക്സാമിന് അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു
സെയിം കുട്ടി തന്നെ ഒരു 4, 5, 6 മണിക്കൂറൊക്കെ എടുത്തിട്ടായിരിക്കും ആ ഒരു എക്സാം എഴുതി തീർക്കുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ ക്ലീനിങ്ങും. കാരണം ഇന്ന് ഞാൻ ക്ലീൻ ചെയ്ത ആ ഒരു റൂം തന്നെ ഞാനൊരു 20 മിനിറ്റ്സ് കൊണ്ട് ക്ലീൻ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്തു. ആ സെയിം റൂം വേണമെങ്കിൽ എനിക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്തിട്ട് ക്ലീൻ ചെയ്യാം. അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഒന്നും ഞാൻ വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ആ ഒരു ക്ലീനിങ് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ടൈം തന്നെയാണ്. ഒരിക്കലും വില മതിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് സമയം എന്ന് പറയുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള സമയമൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയം ഓരോ മിനിറ്റും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇന്ന് ഒരു കോംബോ ഓഫ് ഒക്കെ എടുത്ത് വീട്ടിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു സമയമാണ് ഞാൻ ഈ ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം ഓരോ മിനിറ്റും എനിക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമറും ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കി ഒരു അലാറൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഫോളോ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, ടൈമൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതൊക്കെ ഫോളോ ചെയ്യാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് ഇങ്ങനെ ഫോളോ ചെയ്യണോ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ക്ലീൻ ചെയ്യുന്ന സ്ഥലം തന്നെ ചിലപ്പോൾ ഒരു 5, 6 മണിക്കൂറൊക്കെ എടുത്തിട്ട് ആ ഒരു സമയമൊക്കെ വേസ്റ്റ് ചെയ്യണോ എന്നുള്ളത് ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് നല്ല ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെയൊന്നും പ്ലാൻ ചെയ്യാതെ അലാറം ഒന്നും സെറ്റ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളവർ ശരിക്കും ഭാഗ്യവാന്മാരായിരിക്കും കേട്ടോ. അത്രയും ഞാൻ പറയുള്ളൂ. എനിക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാനിങ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് ഒരു ടൈമൊക്കെ ഫിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് ആ ഒരു സമയം യൂസ് ചെയ്യാനായിട്ട് കഴിയുക. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർ പണ്ട് യൂസ് ചെയ്ത ടോയ്സൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ അത് കളയാനായിട്ട് തോന്നില്ല എന്നുള്ളത്. അതുപോലെ പാറുവിൻ്റെ കുറച്ച് ടോയ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്തു വെക്കണോ കളയണോ എന്നൊക്കെ ഉള്ളത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു ടോയ്സൊക്കെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷത്തോളമായിട്ട് അവൾ യാതൊന്നും യൂസ് ചെയ്യാത്ത ടോയ്സാണ്. അപ്പോൾ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 6 മാസം നമ്മൾ യൂസ് ചെയ്യാത്തൊരു സാധനം നമ്മൾ വീട്ടിൽ കിടക്കുകയാണെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ടൊരു യൂസ്ഫുൾ അല്ലാത്ത സാധനമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ അപ്പം തന്നെ ഡിസ്പോസ് ചെയ്യണം എന്നാണ്. TV റൂം ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ 20 മിനിറ്റ്സ് ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും 20 മിനിറ്റ്സ് അല്ല, ഒരു 10 മിനിറ്റ്സ് എക്സ്ട്രാ എടുത്തിട്ടാണ് ക്ലീൻ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും 10 മിനിറ്റ്സ് ആണെങ്കിൽ 10 മിനിറ്റ്സ് പ്ലാനിങ് കൃത്യമായിട്ട് നടന്നതുകൊണ്ട് ആ ഒരു സമയത്തിനുള്ളിലെങ്കിലും ക്ലീൻ ചെയ്ത് തീർക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റി. കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ട ആ ഒരു കോർണറാണ് കേട്ടോ ഇത്. എടുത്ത് വെച്ചപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നേരം അവിടെ കിടന്ന സാധനങ്ങളൊക്കെ എവിടെ പോയി എന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. അതാണ് ഡീക്ലട്ടറിങ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള അനാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പം ഈ ഒരു കോർണർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞേക്കാണ്. ഇനി അപ്പം നമുക്ക് നമ്മുടെ ബാഗുകളൊക്കെ എടുത്ത് തിരിച്ച് അതുപോലെ എടുത്ത് വെക്കാം കേട്ടോ. ആക്ച്വലി ഈ ബാഗൊക്കെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു റൂമിൽ തന്നെ ഒരു കോർണർ സോഫയുണ്ട്, അതിനകത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിനകത്താണ് ബാഗുകളൊക്കെ വെക്കുക. അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. ഒരു ബാഗുകളൊന്നും പുറത്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ ഇങ്ങനെ വെച്ച് ഒരു പ്രോപ്പറായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടായതുകൊണ്ട് പുറമേ ഒന്നും ആ ഒരു ബാഗുകളൊന്നും കാണത്തുമില്ല. അതിൻ്റെ അകത്ത് നമുക്ക് പ്രോപ്പറായിട്ട് എടുത്ത് വെക്കാനായിട്ടും കഴിയും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് നമ്മളെ വീട്ടിലുള്ള ഓരോ സാധനങ്ങൾക്കും കൃത്യമായിട്ട് അത് എടുത്തു വെക്കാനുള്ള ഒരു സ്പേസ് വേണം എന്നുള്ളത്. അഥവാ നമ്മളെ വീട്ടിൽ ഒരു സാധനത്തിന് അങ്ങനെ എടുത്തു വെക്കാനൊരു സ്പേസ് ഇല്ലെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ല എന്നാണ് പറയുക. കൃത്യമായിട്ട് കുറേയൊക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീടൊക്കെ അത്യാവശ്യം മെസ്സി ആവാതെ കിടക്കും. ആ ഒരു കോർണർ തന്നെ കണ്ടില്ലേ, ഞാൻ പഴയ ഒരു കുക്ക് വെയർ സെറ്റിൻ്റെ ഒരു കാർട്ടണിലായിരുന്നു ആ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കത് മാറ്റിയിട്ട് ഒരു പ്രോപ്പറായിട്ട് നല്ല കാണുമ്പോൾ തന്നെ കുറച്ച് ക്ലീനായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് വാങ്ങിക്കണം കേട്ടോ. എന്നിട്ട് ആ ഒരു സ്പേസിൽ ആ ഒരു ബോക്സ് വാങ്ങിച്ചിട്ട് അതിലേക്ക് നമുക്കിങ്ങനെ അത്യാവശ്യമാണെന്ന് തോന്നുന്ന എന്നാൽ ഇപ്പോഴും പെട്ടെന്നൊന്നും ആവശ്യം വരാത്ത സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ആ ഒരു കോർണറിലേക്ക് ഇട്ട് വെക്കാനായിട്ട് ഒരു ബോക്സ് നമുക്ക് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഈ ഏട്ടൻ്റെ വർക്കിംഗ് ടേബിളും എൻ്റെ വർക്കിംഗ് സ്പേസും ആണ് ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. എനിക്ക് ഒരു വൈറ്റ് ടേബിള് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി എനിക്ക് ജോലിയൊക്കെ കിട്ടി. പിന്നെ വർക്ക് ഫ്രം ഹോമൊക്കെ ആയതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു സ്പേസ് മസ്റ്റായിട്ട് തോന്നിയത്. അല്ലെങ്കിൽ മുമ്പൊക്കെ ആണെങ്കിൽ
ഈ ഇപ്പുറത്ത് കാണുന്ന ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, ആ ഒരു ടേബിൾ തന്നെയായിരുന്നു ഞാനും എനിക്ക് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഞാനും പിന്നെ ഏട്ടൻ വർക്ക് ചെയ്യാനായിട്ട് ഏട്ടനും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് എനിക്കും കൂടി ഒരു ടേബിൾ ആവശ്യമാണ്. വർക്ക് ഫ്രം ഹോം ഒക്കെ ആവുന്ന സമയത്ത് ഏട്ടനും വർക്ക് ഉണ്ടാവും, എനിക്കും വർക്ക് ഉണ്ടാവും. ആ ഒരു സമയത്താണ് എനിക്കൊരു ടേബിൾ വേണം എന്നുള്ള ഒരു ആവശ്യകത വന്നത് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഒരു വൈറ്റ് ടേബിൾ എന്നുള്ളത് എൻ്റെ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്നു. എനിക്കായിട്ടൊരു ചെറിയൊരു സ്പേസ്, നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ, അങ്ങനെ ഒരു സ്പേസ് എനിക്ക് വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഞാനിങ്ങനെ ഒരു സ്പേസ് സെറ്റ് ചെയ്തത് കേട്ടോ. എനിക്ക് ഈ ഒരു വീട്ടിൽ തന്നെ എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഒരു സ്പേസ് ആണിത്. ഞാൻ എൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്നാണ് ചെയ്യുക. വൈറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മോളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഒരു വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇത്തിരി ഒരു പാട് തന്നെയാണ്. അത് എത്രത്തോളം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ പെന്നോ സ്കെച്ച് പെന്നൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ അതിൽ കളറായിട്ടുണ്ടെങ്കിൽ പിന്നെ പോവാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പിന്നെ ഒരു ടേബിൾ റോളർ ഉണ്ടല്ലോ, അത് വാങ്ങിച്ചങ്ങിട്ടു. അതിന് ശേഷം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഞാനിത് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച എങ്ങാനേ ആയുള്ളൂ കേട്ടോ. ആ ഒരു റോളർ വന്നതിന് ശേഷം പിന്നെ എനിക്ക് അധികം ടെൻഷൻ ഇല്ല. അല്ലെങ്കിൽ പാറു അടുത്തേക്ക് വരുമ്പം തന്നെ എനിക്ക് ടെൻഷനാണ്, എങ്ങാനും അതിൽ പൊടിയാവോ കളറാവോ എന്നൊക്കെ ആലോചിച്ചിട്ട്. ഈ ഒരു ക്ലീനിങ് ഒക്കെ എനിക്ക് രാവിലെ പാറു എഴുന്നേൽക്കുമ്പോഴേക്ക് തീർക്കണം എന്ന് വിചാരിച്ചിരുന്നു. ആക്ച്വലി ഇന്ന് എനിക്ക് വർക്കിംഗ് ഡേ ആണ്. പിന്നെ ഒരു കോംബോ ഓഫ് എടുക്കാനായിട്ടുണ്ടായിരുന്നു. വീടൊക്കെ മൊത്തത്തിൽ അലങ്കോലായി കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിൽ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് എന്തായാലും ആ ഒരു കോംബോ ഓഫ് എടുത്തിട്ട് വീടൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടായതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു ക്ലീനിങ്ങിന് നിന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേറ്റുണ്ടായിരുന്നു. 5 മണിക്കൊക്കെ പിന്നെ ഒന്ന് ഫ്രഷായി പിന്നെ ആ ഒരു എഡിറ്റിംഗ് ഒക്കെ തീർക്കുമ്പോഴേക്കും കുറച്ചധികം സമയം എടുത്തു. പിന്നെ ഞാനൊരു 6:45 ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാ ഇപ്പോൾ ഒരു 9:45 ആയിട്ടുണ്ട്. മെയിനായിട്ടുള്ള ക്ലീനിങ് ഒക്കെ ഈ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ തീർന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് ആക്ച്വലി പാറുവിനെ പുതിയൊരു ഡേ കെയറിൽ വിടാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പാറുവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ പിന്നെ മാക്സിമം ടൈം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാനിതാ ഒരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുകയാണ്. ആൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എഗ്ഗും കൂടി കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബ്രെഡ് പൊതുവേ ഞാൻ അവൾക്ക് കൊടുക്കാറില്ല, അപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഈ ഒരു ബ്രെഡ് നമ്മൾ വീട്ടിലങ്ങനെ വാങ്ങിക്കാറേ ഇല്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഒരു മന്ത്ലി ഒരു തവണയൊക്കെ വാങ്ങിച്ചാലായി. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുകയാണെങ്കിൽ സ്നാക്സ് ആയിട്ട് നമുക്ക് വീണ്ടും ഒരു ബ്രെഡ് കൂടി കൊടുത്തു വിടാമെന്നൊക്കെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾ നല്ല ഉറക്കമായിരുന്നു, എഴുന്നേക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ട് ഏതായാലും ഞാൻ ഇന്ന് വീട്ടിലുണ്ട്, അവൾ എൻ്റെ കൂടെ ഇരുന്നോട്ടെ എന്ന് കരുതി കേട്ടോ. എനിക്കറിയാം അവൾ ഉണ്ടെങ്കിൽ എൻ്റെ ക്ലീനിങ് ഒന്നും ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടക്കില്ല എന്നറിയാം. എന്നാലും എനിക്ക് അവൾ എഴുന്നേക്കാതിരുന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അപ്പം അങ്ങനെ അങ്ങ് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ അവൾ എഴുന്നേക്കില്ല, അവൾ പോവില്ല എന്നൊന്നും. ശരിക്കും കുട്ടികൾക്കും ഒരു റൂട്ടീൻ വേണം കേട്ടോ. ഞാൻ ഈ ഇടയ്ക്കാണ് അത് തിരിച്ചറിഞ്ഞത്. പറഞ്ഞൊരു റൂട്ടീനായിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു എഴുതി വെച്ച പ്രോപ്പറായിട്ടുള്ളൊരു റൂട്ടീൻ ഇല്ല. ഞാൻ അവൾ ഭക്ഷണം കഴിക്കുന്ന ടൈം, എഴുന്നേൽക്കുന്ന ടൈം അതൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ടെന്നല്ലാതെ പ്രോപ്പറായിട്ടൊരു റൂട്ടീനൊന്നും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്നില്ല. ഇനി എന്തായാലും സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അങ്ങനെ ഒരു റൂട്ടീൻ ഉണ്ടാക്കി എടുക്കണം. കാരണം അത് മസ്റ്റാണ്. അങ്ങനെ സ്ട്രിക്റ്റായിട്ടൊന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ അവിടെ കളിയാണെങ്കിലും ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒരു സ്റ്റഡി ടൈമൊക്കെ ആണെങ്കിലും പ്രോപ്പറായിട്ട് അതൊന്ന് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഭാവിയിലേക്ക് അവർക്കത് വലിയ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇപ്പോഴേ വലുതായിട്ട് പുതിയൊരു ശീലം തുടങ്ങുന്നതിനേക്കാൾ നല്ലത് ചെറുതായിരിക്കുമ്പോഴേ തന്നെ അതിൻ്റെ ഒരു ചെറിയ വേർഷൻസ് ഒക്കെ തുടങ്ങി വെക്കുന്നതായിരിക്കും. അപ്പോൾ പാറുവിനൊരു റൂട്ടീനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ. അതെന്തായാലും ഞാൻ വരും വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞത് എന്തായി? കറക്റ്റായില്ലേ? ഇപ്പോൾ 12:30 ആയിട്ടോ. എൻ്റെ ക്ലീനിങ് ഒന്നും അതിന് ശേഷം ഒന്നും നടന്നിട്ടില്ല. ഞാൻ പാറു എഴുന്നേറ്റ് അവൾ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പിന്നെ അതിൻ്റെ ഇടയിൽ ഏട്ടൻ ഓഫീസിൽ പോയി. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചധികം സമയം തന്നെ പറയാം കേട്ടോ. അത്രയും അങ്ങ് പോയി. ഇപ്പോൾ 12:30 ആയി. ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളെ മീൻ മുട്ട ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കും പാറുവിനും ഏട്ടനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു വലിയ മുട്ട നമ്മൾ വാങ്ങിക്കൽ കുറവ് തന്നെയാണ്, കിട്ടാറില്ല
കിട്ടാറില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യാറാണ് പൊതുവേ ചെയ്യുക. അപ്പോൾ ഇന്ന് അല്പം ഒന്ന് മാറ്റിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്ത് അങ്ങ് റെഡിയാക്കാണ് കേട്ടോ. ശരിക്കും എനിക്ക് ഇത്ര വലിയ മുട്ട എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഏട്ടൻ ഏകദേശം ഒരു ധാരണ തന്നു, അങ്ങനെ ആയിരിക്കും ക്ലീൻ ചെയ്യുക. അതിന് പുറത്തൊരു പാട പോലുള്ളൊരു നേർത്തൊരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബേസിൽ പണ്ടൊക്കെ ആണെങ്കിലും വീട്ടിലൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈഡിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യം വരില്ല. കാരണം അമ്മ ഉണ്ടായതുകൊണ്ട് തന്നെ അമ്മ A to Z കാര്യങ്ങൾ ചെയ്തോളുമല്ലോ. അപ്പം ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ കുക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഓരോ ഡൗട്ട് വരിക, ഇതെന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം വാട്സപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. ഒന്നെങ്കിൽ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലിടും, അല്ലെങ്കിൽ ഞാൻ അമ്മേൻ്റെ അടുത്ത് ചോദിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കി വന്ന സമയത്ത് എനിക്ക് അങ്ങ് ഇഷ്ടമായില്ലേ. ഏട്ടൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമായി എന്നുള്ളത്. പക്ഷെ എനിക്ക് എന്തോ അതിൻ്റെ മസാലയോ എന്തോ ഒന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു ടേസ്റ്റ് വന്നില്ല. ഞാൻ കരുതിയത് നന്നായിട്ട് നല്ല റോസ്റ്റ് ചെയ്ത് നല്ല എരിവൊക്കെ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കുമല്ലോ, അതിൻ്റെ കൂടെ ചൂട് ചോറും അടിപൊളിയായിരിക്കില്ല, അങ്ങനെയൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങ് ആ ഒരു മസാലേൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. കുഞ്ഞി മുള്ളനുണ്ടായിരുന്നു മീനെ, അപ്പോൾ അത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ ഇട്ട് വെച്ചിട്ട് തേങ്ങയൊക്കെ അരച്ചുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. മാങ്ങ നോക്കിയപ്പോഴേക്ക് മാങ്ങ അത് ഏകദേശം പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എടുത്താൽ ശരിയാവില്ല. പിന്നെ പച്ചമാങ്ങ ഞാനന്ന് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഉണക്കിയത്. അത് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നേതായാലും പച്ചമാങ്ങ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഉണക്ക മാങ്ങ ഇട്ടിട്ട് മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് സംഭവിച്ചതൊക്കെ എൻ്റെ പ്ലാനിങ്ങിലേ ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു. മീൻ മുട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കഴിച്ചതുകൊണ്ട് തന്നെ എൻ്റെ വയറ് ഫുള്ളായിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ലഞ്ചും കഴിച്ചില്ല. പിന്നീട് എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് പാറുവിൻ്റെ കൂടെയൊക്കെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ അങ്ങ് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. വൈകുന്നേരമായി. ഇനിയിപ്പോൾ നമുക്ക് ബെഡ്റൂമായിരുന്നു ക്ലീൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്, മെയിനായിട്ട് കബോർഡായിരുന്നു ക്ലീൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഒരു ഷോർട്സിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്ട്രാ ഒരു കബോർഡ് വാങ്ങിക്കണം, ഇപ്പോൾ സ്പേസ് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ കബോർഡ് ഓർഡർ ചെയ്തതേ ഉള്ളൂ, അവർ ഡെലിവറി ചെയ്യാനായിട്ട് ഒരു 2-3 ഡേയ്സ് എടുക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ എന്താ കബോർഡിൽ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാറുള്ളത്. അരുണിൻ്റെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ സ്റ്റോറേജ് ബാഗ് ഉണ്ടല്ലോ, അതിലാണ് എടുത്ത് വെക്കുക. എൻ്റെതൊക്കെ ജസ്റ്റ് ഒരു കവറിൽ ഇട്ട് വെച്ചേക്കാണ്. സ്റ്റോറേജ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്, അതിനെ അതിലേക്ക് മാറ്റണം എന്നൊക്കെ വിചാരിച്ച് വെച്ചേക്കാണ്. മടക്കി വെക്കാനായിട്ട് എനിക്ക് കുറേ സമയം എടുക്കും. അങ്ങനെ ഒരു കവറിലേക്ക് ആകുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ടോപ്പ്, നൈറ്റ് വെയേഴ്സ്, പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ്, അങ്ങനെയൊക്കെ ഓരോ കവറിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മടക്കി വെക്കേണ്ട ആ ഒരു സമയം ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും കബോർഡൊക്കെ വന്ന സ്ഥിതിക്ക് പ്രോപ്പറായിട്ട് എടുത്ത് വെക്കണം വന്നതിന് ശേഷം. അപ്പോൾ അതാണ് എടുത്ത് വെക്കാനുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും കബോർഡ് വന്നതിന് ശേഷം എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ രണ്ടും കൂടെ ആകുമ്പോൾ ഒരു ഇരട്ടി പണിയായിരിക്കുമല്ലോ ഇപ്പം ക്ലീൻ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ അങ്ങനെ വൈകുന്നേരം നമ്മളൊന്ന് മത്ര വരെ പോയിട്ട് എനിക്ക് മൊത്തത്തിൽ വീട്ടിലെ എഡിറ്റിങ്ങും കാര്യങ്ങളും രാവിലത്തെ ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ഒരു തലയ്ക്ക് ഭയങ്കര ഒരു ഹെവിനെസ് ഫീൽ ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ഈവനിങ് മത്ര വരെ ഒന്ന് വന്നതാണ്. അവിടെ ഒരു ചെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലാണെങ്കിൽ സോളാറിൻ്റെ ഒരു ചാർജറൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യണമായിരുന്നു. പിന്നെ മത്രയിലാണെങ്കിൽ നമുക്ക് കാമായിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ടിരിക്കാനായിട്ട് പറ്റും കേട്ടോ. കുറച്ച് നേരം അവിടെ പോയിട്ടൊന്ന് ആ ഒരു കടലൊക്കെ കണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആയി. ഇത് ഞാൻ കബേർഡ് വന്നതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കബേർഡ്, അവിടെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഡ്രസ്സൊക്കെ ഇതിലേക്ക് എടുത്ത് വെക്കണം. എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച കബേർഡാണ്. കണ്ടോ ഇപ്പം എങ്ങനെയുണ്ട്, എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഒക്കെ വന്നില്ലേ. എനിക്ക് ആക്ച്വലി ആ ഒരു സ്പേസ് കുറവായതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ മടക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഒന്നെടുക്കുമ്പോൾ മറ്റേത് വീഴുക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ കവറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിനായിട്ട് മടക്കി വെക്കാനുള്ള ഒരു സമയം ലാഭിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ പ്രോപ്പറായിട്ടൊരു സ്പേസ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ നല്ല രീതിയിൽ നീറ്റായിട്ട് തന്നെ എടുത്ത് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ
അതാകുമ്പോൾ എനിക്ക് ഏത് ഡ്രസ്സാണെന്നൊക്കെ പ്രോപ്പറായിട്ട് കാണുകയും ചെയ്യാം, ഒക്കെ ചെയ്യാം. ആ ഒരു കവറിലിട്ട് വെക്കുന്നത് എന്തൊക്കെയാണെങ്കിലും അത് അത്ര നല്ലൊരു ശീലമല്ല, മടിയന്മാരുടെ ഒരു ശീലമാണ്. പിന്നെ പാറുവിന് ഞാനൊരു സ്റ്റോറേജ് ബാഗിലാക്കി വെക്കുന്നത് ചെറിയ ചെറിയ കുഞ്ഞുടുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയ ഉടുപ്പൊക്കെ മടക്കി വെക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടല്ല, അതിനേക്കാൾ കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ഡ്രസ്സൊക്കെ എടുക്കുമ്പോഴേക്ക് ചിലപ്പോൾ അടിയിലുള്ളത് പോവുക, മുകളിലുള്ളത് വീഴുക, അങ്ങനെയൊക്കെ ആയിട്ട് എടുത്ത് വെക്കാനൊരു പാടാണ് ചെറിയ ഉടുപ്പായതുകൊണ്ട്. സ്റ്റോറേജ് ബാഗ് തന്നെയാണ് ചെറിയ കുഞ്ഞുടുപ്പൊക്കെ വെക്കാനായിട്ട് നല്ലത്. എൻ്റെ ആ ഒരു സ്പേസ് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടനാണെങ്കിൽ ഏട്ടൻ്റെ ഷർട്ടും കാര്യങ്ങളും ഒക്കെ ഏട്ടൻ പൊതുവേ നല്ല ക്ലീനായിട്ട് തന്നെയാണ് കേട്ടോ കീപ്പ് ചെയ്യാറ്. അപ്പോൾ ഒരു കബോർഡ് കിട്ടി, നല്ല സ്പേസ് ഒക്കെ കിട്ടി. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്പേസ് ഇങ്ങനെ കിടക്കുന്നത്, ഇനി എനിക്ക് കുറച്ച് ഹാങ്ങേഴ്സ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. എന്നിട്ട് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ടോപ്സ് ഉണ്ടല്ലോ, ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടുന്നത്, അതൊക്കെ ഹാങ് ചെയ്തിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് ബോക്സ് വാങ്ങിക്കാനുണ്ട്. പിന്നെ ഇതാ ഹാങ്ങേഴ്സും വാങ്ങിക്കാനുണ്ട്. ഹാങ്ങേഴ്സ് വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഈ ഒരു പോർഷൻ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാൻ. അത്യാവശ്യം വേണ്ട ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രസ്സ് മാത്രമേ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ ഒരു സ്റ്റോറേജ് ബാഗിലാക്കിയിട്ട് മാറ്റി വെച്ചേക്കാണ്. ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് മുഷിയുമ്പോൾ മറ്റൊരു സെറ്റ് പുറത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എന്തൊരു ആശ്വാസമാണെന്നറിയോ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ ഒരു വീട് ശരിക്കും ഒരു വീടായത് കേട്ടോ. നമ്മുടെ ചുറ്റുപാട് എത്രത്തോളം ക്ലീൻ ആയിരിക്കുന്നോ അത്രത്തോളം നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്താണെങ്കിലും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഒട്ടും വൈകാതെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മളിതാ 75 days സോഫ്റ്റ് ചാലഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്തതായിട്ട് ആ ഒരു വീഡിയോ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ ആയിട്ട് കാണാം.